ഹലോ, വെൽക്കം ടു മൈ വേൾഡ്. നിങ്ങളിൽ ചിലർക്ക് ലൈഫ് കാച്ചർ എന്ന ചാനലിലൂടെ എന്നെ പരിചയം ഉണ്ടാവും. ലൈഫ് കാച്ചർ എന്ന ചാനലിൽ ഞാൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇടാറ്. കാരണം എനിക്ക് ഫൈനാൻസ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ആ ചാനലിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ അതിൽ ഷെയർ ചെയ്യാറ്. പക്ഷേ ലൈഫിലുണ്ടല്ലോ, മുമ്പൊക്കെ പണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, സത്യം പറയാലോ. പിന്നീട് പോകെ പോകെ എനിക്ക് മനസ്സിലായി പണത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുക. പണത്തിന്റെ മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഈ ഒരു ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാല് I genuinely feel there are a lot of broken people around me. എല്ലാവരും ഷേപ്ഡ് ആണ്, ബ്രോക്കൺ ആണ്. And I was also like that. I was also going through a very low time in my life. എനിക്കും ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തില് പണം എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ആൻഡ് ആ ഒരു സമയത്ത് ഞാൻ എടുത്ത ഏറ്റവും വലിയ ബെസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I went for therapy. And after few months of therapy, I was like a version 2. അപ്പൊ ഞാൻ തെറാപ്പിയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻസിനേക്കാളും കൂടുതൽ ചായ്വ് സൈക്കോളജിയിലേക്കൊക്കെയാണ്. ഇപ്പൊ ഞാൻ സൈക്കോളജി റിലേറ്റഡ് ബുക്സ് ഒക്കെ വായിക്കും, പാരന്റിങ് റിലേറ്റഡ് ബുക്സ് വായിക്കും. ആൻഡ് ഓഫ് കോഴ്സ് സെൽഫ് ഡെവലപ്മെന്റ് ഞാൻ പണ്ടേ വായിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ബട്ട് എനിക്ക് ഇപ്പോഴൊരു അതിശയമാണ്, പണ്ടേ ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ആ ബുക്ക് വായിക്കുമ്പോൾ കിട്ടിയ അർത്ഥമല്ല എനിക്ക് ഇന്ന് അതേ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തിരിച്ചറിവുകൾ റൈറ്റ് ടൈമിലെ, അതായത് നമ്മൾ റെഡി ആകുമ്പോഴേ ആ തിരിച്ചറിവ് നമ്മൾക്ക് വരുള്ളൂ. അതുവരെ ഇറ്റ്സ് ജസ്റ്റ് എ ജേർണി. സോ ഇന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന പല അർത്ഥങ്ങളും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ലൈഫ് കാച്ചർ എന്ന ചാനൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ഫൈനാൻസ് റിലേറ്റഡ് കോണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത് ഇതും കൂടി മിക്സ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു സെപ്പറേറ്റ് ചാനലാണ് തുടങ്ങിയത്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ സപ്പോർട്ട് ദിസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ തെറാപ്പിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. ആൻഡ് ഐ ഫീൽ എവ്രിവൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു സീ എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യു. ആൻഡ് ഞാൻ പണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടത്തെ എന്നെക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളെ എനിക്ക് കാണാൻ പറ്റണം. അതേപോലെ എനിക്ക് ഇന്നത്തെ എന്നെയല്ല ഇഷ്ടം, നാളത്തെ തന്നെയാണ്. കാരണം നാളത്തെ ഞാൻ ഇതിനേക്കാളും ബെറ്റർ ആവും ആസ് എ പേഴ്സൺ. ബട്ട് ലൈഫ് ഈസ് എ ജേർണി. വി ഓൾ ഗോ ത്രൂ സ്ട്രഗിൾസ്, വി ഓൾ വിൽ ഹാവ് അപ്സ് ആൻഡ് ഡൗൺസ്. സോ ഞാൻ ആ ലോ ടൈമിലൂടെ പോകുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ലായിരിക്കും. ലൈക്ക് ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും ഇത് കാണും. ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഐ ഫീൽ ലോൺലി വെൻ ഐ എം അലോൺ. സോ ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഐ ഫീൽ ലോൺലി വെൻ ഐ എം അലോൺ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പൊ എപ്പോഴാണ് എനിക്ക് ഈ ഒറ്റപ്പെടൽ തോന്നാത്തത്? ഞാൻ പറഞ്ഞു, വെൻ ഐ എം വിത്ത് മൈ ലവ് വൺസ്. എനിക്ക് ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലോൺലി. ഓക്കെ ഡോക്ടർ പറഞ്ഞു, ഓക്കെ സോ യു റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, യു റൈറ്റ് ദിസ് ഡൗൺ. ഐ ഫീൽ ലോൺലി വെൻ ഐ എം അലോൺ. നെക്സ്റ്റ് ലൈൻ, ഐ ഡോണ്ട് ഫീൽ ലോൺലി വെൻ ഐ ആം വിത്ത് മൈ ലവ്ഡ് വൺസ്. എനിക്ക് ഇഷ്ടമുള്ളവരെ കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ലോൺലിനെസ് ഇല്ല. ലോൺലിനെസ്, ഏകാന്തത, ബോർഡം ഒക്കെ. ഓക്കെ. എന്നിട്ട് ഡോക്ടറിനോട് ചോദിച്ചു, ശരി നീ പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിനക്ക് ഒറ്റപ്പെടലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളവരെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് ഒറ്റപ്പെടലില്ല. അപ്പൊ നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിന്റെ കൂടെ ആരാണുള്ളത്? ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എൻ്റെ കൂടെ ഞാൻ അല്ലേ? യെസ്. നീ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റപ്പെടലില്ല.
അപ്പൊ നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിന്റെ കൂടെയുള്ള ആ നിന്നെ നീ ഇഷ്ടപ്പെട്ടാ പോരെ. അപ്പൊ നിനക്ക് എങ്ങനെയാണ് ലോൺലിനെസ് ഉണ്ടാവുക? എൻ്റെ ലൈഫിലെ ഒരു ഐ ഓപ്പണിംഗ് മൊമെന്റ് ആയിരുന്നു അത്. ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ് വാട്ട് ഈസ് സെൽഫ് ലവ്. എനിക്ക് എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടത് എൻ്റെ കമ്പനിയാണ്. ഞാൻ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഞാൻ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാലേ നല്ല സ്നേഹമുള്ള ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആവണം. അവിടെ നിന്നാണ് എൻ്റെ സെൽഫ് ലവ് ജേർണി തുടങ്ങിയത്. സോ നൗ ഐ ലവ് ടു സിറ്റ് അലോൺ. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് എടുക്കുന്നതിന് റീസൺ ഉണ്ട്, ബിക്കോസ് ദിസ് ഈസ് മൈ സ്പേസ്. ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സന്തോഷിക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടരുത്. യു ഷുഡ് ഏബിൾ ടു എൻജോയ് യുവർ ഓൺ കമ്പനി. യു ഷുഡ് ഫീൽ കണ്ടന്റ് വിത്തിൻ യുവർ സെൽഫ്. Then you can see magic happening. So it's not an easy process, it's a step-by-step process, but you have to work on that. And ഇന്ന് ഞാൻ പ്രശ്നങ്ങളില്ലാത്ത ഒരാളല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനെ പറയും. പക്ഷെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അതിനെ റിയാക്ട് ചെയ്യണം. നമുക്ക് ഇരുന്ന് ചിന്തിക്കാൻ, ഇമോഷൻസ് മാറ്റി വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടണം. ആൻഡ് ഓൾവേസ് റിമെമ്പർ, സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരേണ്ട ഒരു കാര്യമല്ല, അകത്തുനിന്ന് വരേണ്ട ഒരു കാര്യം. നമുക്കറിയാം, യൂട്യൂബിലൊക്കെ സെൽഫ് ലവ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണം, ഓരോ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യണം. അതായത് ഇത് യൂസ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ സെൽഫ് ലവ് കണ്ടെത്തൂ, ഈ ഒരു കാര്യം യൂസ് ചെയ്യൂ, സെൽഫ് ലവ് കണ്ടെത്തൂ. ഓക്കെ, യു ക്യാൻ വിയർ ഗുഡ് ഡ്രസ്, ഒന്നും കുഴപ്പമില്ല. മേക്കപ്പ് ഇടാം, നല്ല ഡ്രസ്സ് ധരിക്കാം, നല്ല നല്ല വെക്കേഷൻസിന് പോവാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുക. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും വരും വീഡിയോസിലൊക്കെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കമന്റിലൂടെയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് രേഖപ്പെടുത്തുക. ദാറ്റ് വിൽ മേക്ക് മീ റിയലി ഹാപ്പി. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തട്ടെ. കാരണം ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു കാര്യം എന്നെ ചേഞ്ച് ചെയ്ത പോലെ ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നൊരു ദിവസമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് കുറച്ച് ദിവസമായിട്ട് എന്റെ മൈൻഡിലുണ്ട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോയി, നമ്മുടെ ബാംഗ്ലൂർ ജയനഗറിലുള്ള ഒരു ഫേമസ് ഗണപതി ടെമ്പിളിൽ പോയി വന്നതാണ്. ഇന്ന് തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.